ഹലോ ഗൈസ്, യെസ് ഐ ആം ബാക്ക്. ചെന്നൈയിലെത്തി 2-3 ദിവസമായിട്ടാണ്. കഴിഞ്ഞ വീഡിയോ ക്രിക്കറ്റ് കളിക്കുന്ന വീഡിയോ അല്ലേ. സംഭവം എന്താ വെച്ചാൽ കോഴിക്കോട് പോയപ്പോൾ വ്ളോഗ് ചെയ്ത് നമുക്ക് മറ്റേ POV വ്ളോഗൊക്കെ എടുത്ത് മറ്റേ റൈഡിനൊക്കെ പോയി വയനാടൊക്കെ പോകണ റൈഡൊക്കെ എടുക്കാനൊക്കെ വെച്ചിട്ട് പോയാൽ സംഭവം എന്താ വെച്ചാൽ ബൈക്ക് എടുത്ത് നാട്ടിപ്പോൾ ബൈക്ക് ഇസ് ഗോൺ ഗൈസ്. RIP അണ്ടർ 2026 കഴിഞ്ഞു. ബൈക്ക് ഇനി കോഴിക്കോട് നിന്ന് ഇനി ചെന്നൈയിലേക്ക് വരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ലോക്ക്ഡ് ഡസ്റ്റഡ് ഗോൺ. ഓക്കെ, അത് കിട്ടും. ഈ ആഴ്ചത്തേക്ക് എനിക്ക് വ്ളോഗ് ഇടാൻ ഒരു കണ്ടിട്ടില്ല. ലിറ്ററലി ഞാൻ ഒന്നും ഐ തോട്ട് മേ ബി ഇന്ന് ഐ ടേക്ക് എ കുക്കിംഗ് വീഡിയോ. സോ യൂഷ്വലി ഇപ്പോൾ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ എന്ത് ഡിഷ് ഉണ്ടാക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് കുക്ക് ഇറ്റ് ഫോർ 1 day or 2 days. മിനിമം ഒരു 3 daysലേക്കുള്ള ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ കണ്ടെയ്നേഴ്സ് കയറ്റി കൊടുക്കുക. നമ്മളിങ്ങനത്തെ കണ്ടെയ്നേഴ്സ് ഇല്ലേ, എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 4-5 എണ്ണം ഞാൻ വാങ്ങി വെച്ചു. ക്യാരറ്റ് വെച്ച് ചത്തന്നെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്തിന് കുക്ക് ചെയ്യണമെന്ന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ പോയിട്ട് ഓഫീസിൽ നിന്ന് ക്യാൻറ്റീൻ നിന്ന് വെച്ചാൽ പോരാ. വി ആർ ഗോണ ബി ഡൂയിങ് എ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഇല്ല, എനിക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഫ്രൈഡ് റൈസ്. അപ്പോൾ ക്യാരറ്റ്, ബീൻസ്, ദീസ് 2 ആർ ലൈക്ക് നോർമൽ. പിന്നെ ബ്രോക്കളി സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിട്ടല്ല. ബ്രോക്കളിക്ക് ആ ഒരു ഹെൽത്തി. പിന്നെ മഷ്റൂംസ് എനിക്ക് കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ മഷ്റൂംസ് ഇടും. ചിക്കൻ ബ്രസ്റ്റ് വാങ്ങും. എന്നിട്ട് ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിയിട്ട് അത് ഫുള്ള് മസാല വെച്ചിട്ട് ഇവിടെ എയർ ഫ്രയർ ഉണ്ട്. സോ യെസ്, ഞാൻ ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിയിട്ട് അതിൽ മസാല തേച്ച് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വെക്കും. റൈസ് ഇസ് ബേസിക്കലി ബസ്മതി റൈസ്. സോ ഫോക്കസ് ഒരു 75% കുക്ക്ഡ്. നേരെ ഫ്രിഡ്ജിൽ കയറ്റും. ഇത് എൻ്റെ ട്രിക്കൊന്നുമല്ല, ഞാൻ യൂട്യൂബ് നോക്കി കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ മണിമണിയായി കിട്ടാൻ വേണ്ടി ഫ്രീസറിലിടും. ഫ്രീസറല്ലടാ പൊട്ടാ, ഫ്രിഡ്ജ്. പിന്നെ നമ്മൾ ഉപ്പുണ്ടാവും, കുരുമുളക് ഉണ്ടാവും ഫ്ലേവറിന്. പക്ഷേ എനിക്കത് മാത്രം പോരാ. അപ്പം എനിക്ക് പിന്നെ കുറച്ചുകൂടി നമുക്ക് ഓത്തൻറ്റിക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സോസസ്, സോയ് സോസും ചില്ലി സോസും. വെയിറ്റ്, കുക്കിംഗ് എക്വിപ്മെൻറ്റ് കണ്ടേ. ദിസ് ഈ വോക്ക് എന്ന് പറയുന്ന സാധനം. ഈ സാധനം നമ്മളെ സ്ട്രീറ്റ് അതെ, നമ്മളെ കൊറോണ ടൈമിൽ കോളേജിൽ നിന്ന് വീട്ടിൽ ഒരു പണിയില്ലാതിരിക്കുന്ന സമയം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് വാങ്ങിയ സാധനം അത്. ആ സമയത്ത് വാങ്ങിയത്. പക്ഷേ ഈ സാധനം അന്ന് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ചെന്നൈയിൽ വന്നതിന് ശേഷമാണ് ഇതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പ്രൊഫഷണൽ കുക്കർ വൈബ്, പ്രൊഫഷണൽ ഷെഫ് വൈബ്. അതന്നെ പ്രൊഫഷണൽ ഷെഫ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനമാണിത്. സോ അതാണ് എക്വിപ്മെൻറ്റ്, ഇതാണ് നമ്മളെ ഇൻഗ്രീഡിയൻസ്. ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ വരാം. മഷ്റൂംസും കൂടി ഒന്ന് മുറിച്ചിട്ട് വിൽ സ്റ്റാർട്ട് കുക്കിംഗ്. ഓക്കെ ഗൈസ്, വെജിറ്റബിൾ കട്ട് ചെയ്യലും പാത്രം കഴുകലും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് കുക്കിംഗ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. മഷ്റൂംസ് ഞാൻ കട്ട് ചെയ്തു. നൗ ലെറ്റ്സ് ഗെറ്റ് ടു കുക്കിംഗ് ഗൈസ്. വെളിച്ചെണ്ണ, വേറൊരു സാധനമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗാർലിക് ഇടണം. ഗാർലിക് ഞാൻ മറന്നു. ബീൻസ് ഇട്ടു. ഇതിലേക്ക് ഐ തിങ്ക് ഇത് രണ്ടും നമുക്ക് ഒരുമിച്ചിടാം. കാരണം പ്രൊഫഷണൽ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും, അത് പൂട്ടി വെക്കും. യെസ്, കുറച്ചുകൂടി പ്രൊഫഷണൽ ആയല്ലോ. കണ്ടോ, there goes our mushrooms. We'll put seasoning into it. Seasoning is basically salt. ഇട്ടതിന് ശേഷം ഫ്രൈഡ് റൈസ് ആയതിനു ശേഷം പെപ്പർ എത്ര വേണം? പെപ്പർ എത്ര മതിയോ? പ്രൊഫഷണൽ. നമുക്കിത് പൂച്ച് വെക്കാം. ആസ് യു കൻ സീ നമ്മളെ ബ്രോക്കളിയും മഷ്റൂംസും ഒക്കെ നല്ല രീതിക്ക് ഷ്രിങ്കായി. I'll move the veggies into a different container. Rain. Moon rain. Full. Scramble the eggs. Veggies idam. Soy sauce. Chili sauce. Just enough for the flavor. ഒരു ബ്രോക്കലി പീസ്, കുറച്ച് ഉപ്പും കുറച്ച് പെപ്പറും. ഇനി ഞാനിത് പാക്ക് ചെയ്യാനാകുമ്പോൾ വന്ന് കാണിച്ചു തരാം. അങ്ങനെ
ഫ്രൈഡ് റൈസ് ഇസ് ഡൺ. സോ ഫ്രൈഡ് റൈസ് നമുക്ക് ഇനി പാക്ക് ചെയ്യാനേ ഉള്ളൂ. നമ്മളെ കണ്ടെയ്നേഴ്സ് പാക്ക് ചെയ്യണം. ഇനി ആകെ കുക്കിംഗ് ലെഫ്റ്റ് നമ്മളെ ചിക്കൻ എയർ ഫ്രയറിലിട്ട് ഫ്രൈ ചെയ്യുക, മുറിക്കുക, എന്നിട്ട് ഓരോ പോർഷൻസ് നമുക്ക് ഓരോ പെട്ടിയിലാക്കി വെച്ചിട്ട് ഫുള്ളി ക്ലോസ് ചെയ്യില്ല. ലിഡ് ഒന്ന് അതിൻ്റെ മേലെ വെറുതെ വെച്ച്, കാരണം ഇങ്ങനെ തുറന്നു വെക്കണമെന്ന് നല്ലതല്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മേലെ ലിഡാക്കിയിട്ട് ഇവിടെ ഒന്ന് ചൂടണയാൻ വെക്കും. അതേപോലെ ബാക്കിയുള്ള ബോക്സും. റൈസ് ഇസ് ഡൺ. ഇനി ചിക്കൻ, ലെറ്റ്സ് ഡു ചിക്കൻ നൗ. 1/2 കിലോ ചിക്കൻ, 1/2 കിലോ അല്ല, 400-450 ഗ്രാമേ ഉണ്ടാവുള്ളൂ ചിക്കൻ ബ്രസ്റ്റ്. ഇതിൽ ഞാൻ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കൊറിയാണ്ടർ പൗഡർ, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇച്ചിരി ഇടും, പിന്നെ ഒരു ഫുൾ നാരങ്ങ ഇടും. 1/2 കിലോന് ശരിക്കും ഒരു ഹാഫ് നാരങ്ങ തന്നെ ഓവറാണ്. അപ്പോൾ പക്ഷേ ഞാൻ ഫുൾ നാരങ്ങ ഇടും. എനിക്ക് ആ നാരങ്ങേൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ലെമൺ ടാങ്കി ഫീൽ കിട്ടാൻ വേണ്ടി ഞാൻ ഫുൾ നാരങ്ങ പിഴിഞ്ഞിട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിപ്പോൾ എത്ര ഒരു 2-3 മണിക്കൂർ വെറുതെ മാറിനിട്ട്. ഇത് ബെറ്റർ ടു ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലത്. കാരണം ലെമൺ ജ്യൂസിൽ ചിക്കൻ കിടക്കുമ്പോൾ ചിക്കൻ നല്ല ടെൻഡറാവും. സർഫസ് കവർ ചെയ്യണ പോലെ ഒന്ന് സ്പ്രേ അടിച്ചിട്ട് ഐ വിൽ ജസ്റ്റ് പുട്ട് ദ ചിക്കൻ ഇൻസൈഡ് റൈസ്. അതന്നെ മനസ്സിലായില്ലേ, ചിക്കൻ എടുത്ത് എയർ ഫ്രയറിൻ്റെ ഉള്ളിടുക. ഓ ഓക്കെ, ചിക്കൻ ബ്രസ്റ്റ് 1 goes in, ചിക്കൻ ബ്രസ്റ്റ് നമ്പർ 2 goes in. ചിക്കൻ നമ്മൾ എയർ ഫ്രയറിലിടുന്നു. ചിക്കൻ ഇതിൻ്റെ മേലെ വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ 180 degrees for 18 to 21 minutes. 180 തന്നെ ഇട്ടിട്ട് ബട്ട് 21-ന് പകരം ഒരു 25 to 30 ഇടയിലുള്ള മിനിറ്റ്സ് വെക്കും. ഐ ഹാവ് മൈ ഫ്രൈഡ് റൈസ്. ചിക്കൻ കട്ട് ചെയ്ത് പോർഷനായിട്ട് ലിറ്ററലി ഇങ്ങനത്തെ ഒരു ബോക്സ്. സോ ഐ ഹാവ് മൈ ചിക്കൻ ഓൺ ടോപ്പ്, ഫ്രൈഡ് റൈസ് ബിലോ. ഇങ്ങനത്തെ ഒരു 3 പെട്ടി ഞാൻ സെറ്റ് ചെയ്തു. ഇത് 3 നമ്മൾ ഇനി നേരെ ഫ്രിഡ്ജിൽ കയറ്റും. ഫ്രീസറല്ല, ഫ്രിഡ്ജിൽ. ഐ തിങ്ക് ദിസ് വ്ളോഗ് ഇസ് ഓൺലി ദിസ്. എനിക്ക് വയ്യ വേറെ കണ്ടന്റ് എടുക്കാൻ. ഇതെങ്കിലും പോസ്റ്റ് ഞാൻ കൺസിസ്റ്റൻസി കളയേണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ വ്ളോഗിൽ ഇതാ ഈ കുക്കിംഗ് വ്ളോഗാണ്. നെക്സ്റ്റ് വ്ളോഗല്ല, നെക്സ്റ്റ് വ്ളോഗാണോ, മെയിലൊരു വ്ളോഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് വിൽ ഹാപ്പൻ ഓർ നോട്ട്. ബട്ട് അതൊരു നല്ലൊരു ഐഡിയ എൻ്റെ തലയിൽ വരുന്നുണ്ട്. ഐഡിയ അല്ല, ഇറ്റ്സ് എ ട്രിപ്പ്. പക്ഷേ ആ ട്രിപ്പ് ഇസ് വിത്ത് എ പെർട്ടിക്കുലർ അജണ്ട പോലത്തെ ഒരു ട്രിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഐ വിൽ ട്രൈ ടു ക്രിയേറ്റ് എ റിയലി ഗുഡ് വ്ളോഗ് ദാറ്റ് ഡേ. പക്ഷേ ഇപ്പം പ്ലീസ് ഗൈസ്, എൻ്റെ കയ്യിൽ കണ്ടന്റ് ഇടാനൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് വർക്ക്, ഈറ്റ്, സ്ലീപ്പ്, അതൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ സീ യു.